കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടന്ന ആട്ടുകൊറ്റൻ. അബ്രഹാം യഹോവയായ ദൈവം പറഞ്ഞതനുസരിച്ച് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ മോറിയാമലയിൽ കൊണ്ടുവന്നു. ദൈവം അബ്രഹാമിൻ്റെ അനുസരണം കണ്ടിട്ട് ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ട, നീ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആട്ടുകൊറ്റനെ പരിസര പ്രദേശത്ത് മോറിയാമലയുടെ പരിസര പ്രദേശത്ത് നോക്കിയപ്പോൾ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്ന ഒരാട്ടുകൊറ്റനെ കണ്ടു. ആ ആട്ടുകൊറ്റൻ മോറിയാമലയുടെ പരിസര പ്രദേശം കയറി വന്നതാണ്. ആ ആട്ടുകൊറ്റൻ പച്ചപ്പ് തേടി മുന്നോട്ട് പോയതാണ്. പക്ഷേ ഒരു കൊമ്പ് കാട്ടിൽ പിടിപെട്ട് ദൈവം അതിനെ കുരുക്കിയിട്ടു. അബ്രഹാം അതിനെ നോക്കി. അബ്രഹാം അതിനെ എടുത്ത് യാഗം കഴിക്കാൻ പാകത്തിൽ ദൈവം അതിനെ കുരുക്കിയിട്ടു. നിൻ്റെ കയ്യിൽ വരേണ്ട നന്മ, നിൻ്റെ കയ്യിൽ വരേണ്ട വിടുതൽ, നിൻ്റെ കയ്യിൽ വരേണ്ട അനുഗ്രഹം ചാടിപ്പോകാതെ, നിൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോകാതെ നീ കാണാൻ പാകത്തിൽ അതിനെ കുരുക്കി പിടിപെട്ടിടുന്ന ഒരു ദൈവമുണ്ട്. ശേഷം ആരും അതുവഴി വന്ന് അതിനെ അഴിച്ചുവിടാതെ, ഉടമസ്ഥൻ വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോകാതെ അബ്രഹാമിൻ്റെ കണ്ണിൽ തന്നെ പെടത്തക്കവണ്ണം ദൈവം അതിനെ സംരക്ഷണത്തോടെ കാത്തു എന്നുള്ളതാണ്. നിൻ്റെ കയ്യിൽ വരേണ്ട നന്മയെ ദൈവം വെച്ചിരിക്കുന്നതിനെ മറ്റൊരാൾ അഴിച്ചു കൊണ്ടുപോകാതെ, മറ്റൊരാൾ എടുത്തുകൊണ്ട് പോകാതെ നിന്നെ സൂക്ഷിക്കുന്ന, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ശരണപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.